എല്ലാവർക്കും ബോട്ടണി ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ബയോളജിയിലെ ചാപ്റ്റർ 6 അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്. നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞു, ഇനി അതിൻ്റെ രണ്ടാം ഭാഗമാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. സോ ഞാൻ അരവിന്ദ് എസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ രണ്ടാം ഭാഗമാണ്. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ചാണ്. ദ സെൽസ് വിച്ച് ആർ ഇൻ ആക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് ഡിവിഷൻ. ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്ന മെരിസ്റ്റമാറ്റിക് സെൽസ് അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ തന്നെ നമ്മൾ പെർമനൻറ്റ് ടിഷ്യൂസ് എന്താണെന്ന് പറഞ്ഞു. പെർമനൻറ്റ് ടിഷ്യൂസ് അതാണെന്ന് വെച്ചാൽ സ്ട്രക്ചറലി ഫങ്ഷണലി ഒരു സ്പെസിഫിക് ഫംഗ്ഷന് വേണ്ടി മോഡിഫൈ ചെയ്ത ടിഷ്യൂസിനെയാണ് പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. പെർമനൻറ്റ് ടിഷ്യൂസിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിന് ഫർദർ ഡിവിഷന് ഉള്ള കപ്പാസിറ്റി ഇല്ല. സോ പെർമനൻറ്റ് ടിഷ്യൂസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. സിമ്പിൾ ടിഷ്യൂ എന്നും കോംപ്ലക്സ് ടിഷ്യൂ എന്നും. സിമ്പിൾ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ടിഷ്യൂസ് ഹാവിങ് ആൾ സെൽസ് സിമിലർ ഇൻ സ്ട്രക്ചർ. ആ ഒരു ടിഷ്യൂസിലുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസിൽ എല്ലാ സെൽസും സിമിലർ സ്ട്രക്ചറും സെയിം ഫങ്ഷനും ഉള്ള പെർമനൻറ്റ് ടിഷ്യൂസിനെയാണ് സിമ്പിൾ ടിഷ്യൂസ് എന്നും, പെർമനൻറ്റ് ടിഷ്യൂസ് ഹാവിങ് മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് പല തരത്തിലുള്ള സെൽസ് കൊണ്ട് മേഡ് ചെയ്ത പെർമനൻറ്റ് ടിഷ്യൂസിനെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്നും പറയും. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസാണ്. ഇനി നമ്മൾ ഈ ടിഷ്യൂസിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്ലാന്റ്സിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് പഠിക്കുന്നത്. ഇൻറ്റേർണൽ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഓരോ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എങ്ങനെയാണ്, റൂട്ടിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ലീഫിൽ ടിഷ്യൂസ് അറേഞ്ച് ചെയ്തേക്ക് എങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സിമ്പിൾ ടിഷ്യൂസും കോംപ്ലക്സ് ടിഷ്യൂസും എന്താണ്, അത് ഏതൊക്കെ ഭാഗങ്ങളാണ് കാണപ്പെടുന്നത്, അതെങ്ങനെ ഇരിക്കും, അതിൻ്റെ ഫങ്ഷൻ എന്താണ് ആ ഓരോ പാർട്ടിലും ഓരോ പ്ലാന്റിൻ്റെ ഓരോ പാർട്ടിലും ഇതിൻ്റെ ഫങ്ഷൻ, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇനി വരുന്ന പാർട്ടിൽ അനാട്ടമി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകുകയുള്ളൂ. സോ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസിനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് മേഡപ്പ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് സെൽ. ഒരേപോലുള്ള സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരേപോലുള്ള സെല്ലുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. യൂഷ്വലി പ്ലാന്റ്സിൽ 3 തരം സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസാണ് കാണുന്നത്. അത് ഒന്ന് പാരൻ കൈമ, 2 കോളൻ കൈമ, മൂന്നാമത്തത് സ്ക്ലീറൻ കൈമ. ഒന്നാമത്തത് പാരൻ കൈമ. പാരൻ കൈമ ഫോംസ് ദ മേജർ കമ്പൺ. അതായത് ഒരു പ്ലാന്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസാണ് പാരൻ കൈമ. പാരൻ കൈമ സെൽസിൻ്റെ പ്രത്യേകത യൂഷ്വലി ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സിലും നമുക്ക് പാരൻ കൈമ സെൽസ് കാണാൻ സാധിക്കും. അത് മാത്രമല്ല പല ഷേപ്പിൽ കാണാൻ പറ്റും. സ്പെരിക്കൽ ഷേപ്പ്, ഒരു സ്പിയർ പോലെ, ഒരു ബോൾ പോലെ, ഓവൽ ഷേപ്പ്, നമ്മുടെ എഗ്ഗിൻ്റെയൊക്കെ ഷേപ്പിൽ ഒരു ഓവൽ ഷേപ്പ്, പിന്നെ റൗണ്ട് ഷേപ്പ് ഉണ്ട്, പോളിഗോണൽ, ഏകദേശം ഒരു 4 സൈഡുള്ള ഒരു പോളിഗോണൽ ഷേപ്പ്, അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ്, 2 എൻഡും നീണ്ട രീതിയിൽ. അത് മാത്രമല്ല അവരുടെ അറേഞ്ച്മെൻറ്റ് വ്യത്യസ്തമാണ്. ചില പർട്ടിക്കുലർ പ്ലാന്റ്സിൽ ഇത് നല്ല ക്ലോസ്ലി വളരെ നല്ല അടിങ്ങിയിരിക്കുന്ന അറേഞ്ച്മെൻറ്റാണ്. എന്നാൽ ചില സെൽസിൽ വളരെ ലൂസ്ലി പാക്ക്ഡാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ടിഷ്യൂസിൻ്റെ പാക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇൻ്റർ സെല്ലുലാർ സ്പേസസ് കാണാൻ പറ്റും. ഇനി അതിൻ്റെ വാൾസിനെ കുറിച്ച് പറയുന്നതാണ്. യൂഷ്വലി ഉള്ള നോർമൽ ടിഷ്യൂ ആണ്. അത് മാത്രമല്ല വളരെ വെരി തിന്നായിട്ടുള്ള ടിഷ്യൂ ആണ്, ലിവിങ് ആയിട്ടുള്ളതാണ്. അത് മാത്രമല്ല ഇതിൻ്റെ വാൾസ് നിർമ്മിച്ചിരിക്കുന്ന സെല്ലുലോസ് കൊണ്ടാണ്. മറ്റു കോമ്പൗണ്ടുകളുടെ ഡെപ്പോസിഷനെ പറ്റി ഇവിടെ പറയാൻ കാരണം, ഇനി നമ്മൾ കോളൻ ഗെയിമിൽ വരുമ്പോൾ ചില ഭാഗത്ത് ഡെപ്പോസിഷൻ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ പാരൻ കൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള തിന്നായിട്ടുള്ള ലിവിങ് ആയിട്ടുള്ള സെല്ലുലോസിക് നോർമൽ ഒരു പ്ലാന്റ് സെല്ല് പോലെ സെല്ലുലോസിക് വാൾ മാത്രമുള്ള ഒരു സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസാണ്. പാരൻ കൈമ നമ്മുടെ അനാട്ടമി പരിശോധിക്കുമ്പോൾ പല ടിഷ്യൂസിലും പല ടിഷ്യൂ സിസ്റ്റത്തിലും പല ഫങ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ലീഫ് ടിഷ്യൂസിലുള്ള പാരൻകൈമയ്ക്കകത്ത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അവിടെ എന്ത് കാണിക്കും? അവിടെ ഫോട്ടോസിന്തസിസ് എന്നൊരു ഫങ്ഷൻ ആയിരിക്കും കാണുന്നത്. എന്നാൽ നമ്മുടെ സ്റ്റോറേജ് റീജിയനായിട്ടുള്ള റൈസോമിലോ അങ്ങനെയുള്ള ഭാഗങ്ങളിലാണുണ്ടെങ്കിൽ അവിടെ സ്റ്റോറേജ് ഫങ്ഷൻ.
ചില പാരൻകൈമ സെൽസ് സ്പെഷ്യലൈസ്ഡ് ആവുകയും കൂടുതൽ വീണ്ടും സ്പെഷ്യലൈസ്ഡ് ആവുകയും സെക്രീറ്ററി ഫങ്ഷൻസ്, അതായത് എക്സുഡേറ്റുകളും ലാക്ടെക്സ് അങ്ങനെ ഉള്ളതുപോലെ സെക്രീഷൻസ് പ്ലാന്റിൽ സെക്രീറ്ററി ഫങ്ഷൻ ചെയ്യുകയും ചെയ്യും. സോ അങ്ങനെ വൈഡായിട്ട് നമുക്ക് പല രീതിയിലും പല ഫങ്ഷൻസും കാണിക്കുന്ന പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസാണ് പാരൻകൈമ. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആണ് പാരൻകൈമ. സോ നമുക്ക് ഈ ഒരു സ്ലൈഡിൽ ഒരു പാരൻകൈമയുടെ ഫിഗർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലോസ്ലി അറേഞ്ച്ഡ് അല്ലെ ലൂസ്ലി അറേഞ്ച്ഡ് ആണ്, ലൂസ്ലി പാക്ക്ഡ്. നമുക്ക് കാണാൻ പറ്റി പാരൻകൈമ സെൽസ് പലതും പല ഷേപ്പിലാണ് ഇരിക്കുന്നത്, ഏകദേശം ഒരു ഓവൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല ഇൻ്റർസെല്ലുലാർ സ്പേസ് ലൂസ്ലി അറേഞ്ച് ചെയ്യുമ്പോൾ ഇൻ്റർസെല്ലുലാർ സ്പേസ് നമുക്ക് ഈ അറേഞ്ച്മെൻ്റ് ഇടയിൽ സ്പേസ് കാണാൻ പറ്റും. ഇനി രണ്ടാമതായിട്ട് കാണപ്പെടുന്ന ഒരുതരം ടിഷ്യൂസാണ് കോളൻകൈമ ടിഷ്യൂസ്. കോളൻകൈമ ടിഷ്യൂസ് യൂഷ്വലി കാണപ്പെടുന്നത് പാരൻകൈമ പോലെ എല്ലായിടത്തും കാണത്തില്ല. യൂഷ്വലി കാണുന്നത് ഡൈക്കോട്ടിഡൻസ് പ്ലാന്റിൻ്റെ, അതായത് ഡൈക്കോട്ട് പ്ലാന്റിൻ്റെ എപ്പിഡെർമിസ്, ഏറ്റവും ഔട്ടർ ലെയറുള്ള ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എപ്പിഡെർമിസിൻ്റെ അടിയിൽ ഒരു സിംഗിൾ ഹോമോജീനിയസ് ആയിട്ട് ഒരു 1-2 സെൽ ലെയർ തിക്കുള്ള ഒരു സിംഗിളായിട്ട് ഒരു ലെയറായിട്ട് കാണപ്പെടും. അല്ലെങ്കിൽ പാച്ചസ് അവിടെയായിട്ട് കുറച്ച് ഏരിയയിൽ കമ്പൈൽ ചെയ്ത്, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ജസ്റ്റ് എപ്പിഡെർമിസിൻ്റെ താഴെ ഒരു കുറച്ച് ദൂരം കുറച്ച് സെൽസ് ഇങ്ങനെ കാണും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പാച്ച് പോലെ പുള്ളി പോലെയും കാണപ്പെടും. കോളൻകൈമ പാരൻകൈമ സെല്ലിന് ഏകദേശം സിമിലാരിറ്റി ഉണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോർണേഴ്സ്, കോളൻകൈമ എന്ന് പറഞ്ഞാൽ കോളൻകൈമ സെൽസിൻ്റെ കോർണറുകൾ 4 കോർണറുകളും തിക്കൻഡാണ്. നോർമൽ തിക്നെസ്സിനെക്കാട്ടി കൂടെ തിക്നെസ് കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ ആ ഭാഗത്ത് സെല്ലുലോസും ഹെമി സെല്ലുലോസും പെക്റ്റിൻ എന്നീ 3 സബ്സ്റ്റൻസിൻ്റെ ഡെപ്പോസിഷൻ അവിടെ കൂടുതലായിരിക്കും. കോളൻകൈമാറ്റ സെൽസ് ഓവൽ ഷേപ്പിലുണ്ട്, സ്പിരിക്കൽ ഷേപ്പിലുണ്ട്, പോളിഗോണൽ ഷേപ്പിലുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ കോളൻകൈമ സെൽസ് നമ്മൾ പ്ലാന്റിൽ കണ്ടുവരുന്നുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ കോളൻകൈമ സെൽസ് ഫോട്ടോസിന്തസിസിൻ്റെ ഫംഗ്ഷനും കാണിക്കുന്നുണ്ട്. പിന്നെ കോളൻകൈമ കോർണേഴ്സ് തിക്കണ്ടായതുകൊണ്ട് തന്നെ ഇവരുടെ അറേഞ്ച്മെൻറ്റിൽ ഇൻ്റർസെല്ലുലാർ സ്പേസസ് ആബ്സെൻ്റ് ആണ്. ഇവർ വളരെ തിക്കായിട്ട് വളരെ സ്ട്രോങ് പ്രൊട്ടക്റ്റീവ് ലെയർ പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഇൻ്റർസെല്ലുലാർ സ്പേസ് ആബ്സെൻ്റ് ആണ്. ദേ പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ഗ്രോയിങ് പാർട്സ് ഓഫ് പ്ലാന്റ്. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോയിങ് പ്ലാന്റ്സിന് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. സച്ച് ആസ് യങ് സ്റ്റെം, ഉദാഹരണത്തിന് ഒരു യങ് സ്റ്റെമ്മ്, ഒരു വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് ശിഖിരം, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സ്റ്റെമ്മ്, അല്ലെങ്കിൽ ലീഫിൻ്റെ പീറ്റിയോൾ, ലീഫിനെ അറ്റാച്ച് ചെയ്ത് വെച്ച് ലീഫിനെ പ്ലാന്റ് ബോഡിയുടെ അറ്റാച്ച് ചെയ്യുന്ന പീറ്റിയോൾ, ഇതിനൊക്കെ സ്ട്രെങ്ത്നെസ് പറയാം. കാര്യം ഈ ഓർഗൻസൊക്കെ എൻവയറമെൻറ്റിൽ നമ്മുടെ നോർമൽ എക്സ്റ്റേണൽ എൻവയറമെൻറ്റിൽ നിന്ന് കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന സ്ട്രക്ചറുകളാണ്. സോ അതിന് ആ സ്ട്രക്ചറുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആ സ്ട്രക്ചറുകൾ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ടിഷ്യൂസാണ്. നമ്മൾ പറഞ്ഞ് കോർണേഴ്സ് തിക്കണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ട്രെസ്സുകൾ വരുമ്പോൾ അതിൻ്റെ ഒരു ബലം ഈ സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ ഒരു ലീനിയറായിട്ട് ഒരു ഹോമോജീനിയസ് ലെയറായിട്ട് അറേഞ്ച്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ബലം എന്ത് ചെയ്യും, ഈ ഒരു സ്ട്രക്ചറിന് സ്റ്റെബിലിറ്റി, ഈ എക്സ്റ്റേണൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള എക്സ്റ്റേണൽ കണ്ടീഷനിലും അതിനെ സ്റ്റേബിളായിട്ട് നിർത്താൻ സഹായിക്കും. സോ ഇതാണ് നമ്മൾ കോളൻകൈമയെ കുറിച്ച് പറഞ്ഞാൽ. ഇനി അതിൻ്റെ തന്നെ ഒരു ഫിഗറാണ് സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം. വാൾസിൻ്റെ കോർണറിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും തിക്കനിങ് ആണ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ കാണിച്ചിരിക്കുന്ന ഗ്രീൻ കളറിൽ കാണിച്ചിരുന്ന പ്രോട്ടോപ്ലാസമാണ്. പിന്നെ ഒരു നോർമൽ ഒരു പ്ലാന്റ് ടിഷ്യൂ ആയതുകൊണ്ട് സെൽവാൾ നമുക്ക് ഔട്ടർ മോസ്റ്റ് ലെയറായിട്ട് കാണാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ടൈപ്പ് ടിഷ്യൂ സ്ക്ലീറൻകൈമ. സ്ക്ലീറൻകൈമ എന്ന് പറഞ്ഞാൽ സ്ക്ലീറൻകൈമ ടിഷ്യൂസ് ഉപയോഗിക്കുമ്പോൾ ടിഷ്യൂസിനെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ലോങ് നാരോ സെൽസാണ്, വളരെ നീണ്ട നാരോ സെൽസാണ് വിത്ത് തിക്ക് ലിഗ്നിഫൈഡ് സെൽ വാൾസ്. തിക്കായിട്ടുള്ള ലിഗ്നിഫൈഡ് ആയിട്ടുള്ള ലിഗ്നിൻ ഡെപ്പോസിഷൻ അടങ്ങിയിട്ടുള്ള സെൽ വാളുകളും പിന്നെ പിറ്റ് കണക്ഷൻ ന്യൂമറസ് ആയിട്ടുള്ള പിറ്റ് അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സുഷിരങ്ങളും അടങ്ങിയ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. ദേ ആർ യൂഷ്വലി ഡെഡ് ആണ്. അവർക്ക് പ്രോട്ടോപ്ലാസം എന്ന് കാണല്ലോ. സോ എ സെൽ വിത്തൗട്ട് പ്രോട്ടോപ്ലാസം ഇസ് എ ഡെഡ് സെൽ. പ്രോട്ടോപ്ലാസം ഇല്ലാത്തൊരു സെല്ലിനെ നമ്മൾ ഡെഡ് സെൽ എന്നാണ് പറയുന്നത്. സോ സ്ക്ലീറൻകൈമയ്ക്ക് പ്രോട്ടോപ്ലാസം ഇല്ല, അതുകൊണ്ട് തന്നെ ഡെഡ് ലിഗ്നിഫൈഡ് സെല്ലാണ്, ജീവനില്ലാത്ത ലിഗ്നിൻ ഡെപ്പോസിഷനുള്ള സെല്ലുകളാണ്.
സോ ഇനി അതിൻ്റെ സ്ട്രക്ചറും ഒറിജിനും ഡെവലപ്മെൻറ്റിൻ്റെയും രീതിയിൽ നമുക്ക് സ്ക്ലീറൻകൈമയെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഫൈബറും രണ്ട് സ്ക്ലീറിഡും. ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ തിക്ക് വാൾഡ് ആയിട്ടുള്ള ലിഗ്നൻ ഡെപ്പോസിഷൻ ഉള്ളതുകൊണ്ട് തന്നെ വളരെ തിക്ക് വാൾഡ് ആയിരിക്കും. ഇലോങ്ങേറ്റഡ് പോയിൻറ്റഡ് സെൽസ് ആണ്, നീളം കൂടിയ എൻഡ് പോയിൻ്റ് ആയിട്ടുള്ള അഗ്രം കൂർത്തിരിക്കുന്ന സെല്ലുകളാണ്. അത് യൂഷ്വലി ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നത്. പ്ലാന്റിൽ യൂഷ്വലി ഒരു കൂട്ടം ഫൈബേഴ്സ് ഒത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത് രീതിയുണ്ട് സ്ക്ലീറിഡ്സ്. സ്ക്ലീറിഡ്സ് എന്ന് പറഞ്ഞാൽ ഷേപ്പിൻ്റെ വ്യത്യാസത്തിലെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്പെറിക്കലായിരിക്കും, അല്ലെങ്കിൽ ഓവൽ, അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ഷേപ്പായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ഫൈബേഴ്സിനെയും കാട്ടി തിക്കൻഡ് ടൈപ്പ് ഡെഡ് സെൽസ് ആയിരിക്കും. അത് മാത്രമല്ല അകത്ത് ക്യാവിറ്റീസ് കുറവായിരിക്കും. പിന്നെ പിറ്റ് അപ്പർച്ചർ നമുക്ക് കാണാൻ സാധിക്കും. സ്ക്ലീറിഡ്സ് കൂടുതലായും കാണുന്നത് ഫ്രൂട്ട് വാൾ ഓഫ് നട്ട്, അതായത് നട്ട്സിൻ്റെ പുറന്തോട്, ഗുവ, പേരയ്ക്ക, സപ്പോട്ട, ഈ പഴത്തിൻ്റെയൊക്കെ പൾപ്പിൽ, പിന്നെ ലഗൂംസിൻ്റെയൊക്കെ സീഡ് കോട്ടിൽ, പിന്നെ തേയിലയുടെ ഇലയിൽ. ഇനി സ്ക്ലീറൻകൈമയുടെ ഫംഗ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ക്ലീറൻകൈമ എന്ന് പറഞ്ഞാൽ വളരെ തിക്കായിട്ട് ലിഗ്നിഫൈഡ് ആയിട്ടുള്ള സെൽസാണ്. തിക്കായിട്ടുള്ള സെൽസ് കൊണ്ട് തന്നെ നമുക്ക് തിക്കായിട്ട് ഒരു പെർമനൻറ്റ് ടിഷ്യൂ അത് അതിൻ്റെ നാച്ചുറൽ തന്നെ തിക്കാണെന്ന് പറയുകയാണെങ്കിൽ സ്ക്ലീറൻകൈമയുടെ മെയിൻ ഫംഗ്ഷൻ എന്തായിരിക്കും? സ്ക്ലീറൻകൈമ പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ഓർഗൻസിന് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുകയാണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ. സോ ഈ സ്ലൈഡിൽ ഒരു പടം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് കാണിക്കുന്ന ഫൈബറും രണ്ടാമത് സ്ക്ലീറിഡുമാണ്. നമുക്ക് പിറ്റ് കണക്ഷൻ കാണാം, ഹൈലി തിക്കൻഡ് ആയിട്ടുള്ള സെൽ വാൾസ് കാണാം, വളരെ ലൈറ്റ് ചെറിയൊരു ലൂമൻ നമുക്ക് സ്ക്ലീറിഡ് നോക്കിയാൽ കാണാം. സ്ക്ലീറിഡിൻ്റെ മറ്റൊരു പേരും പറയും സ്റ്റോൺ സെൽസ് എന്ന് നമ്മൾ സ്ക്ലീറിഡിന് പറയും. ഇനി നമ്മൾ ഇത്ര പറഞ്ഞ സിമ്പിൾ ടിഷ്യൂസാണ്. ഇനി പെർമനൻറ്റ് ടിഷ്യൂവിൽ രണ്ടാമത് പറഞ്ഞതാണ് കോംപ്ലക്സ് ടിഷ്യൂ. കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടിഷ്യൂ സിസ്റ്റം നിർമ്മിക്കുന്നത് ഒന്നിൽ കൂടുതൽ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽസ്, പല തരത്തിലുള്ള സെല്ല് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനാണ് കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്ലാന്റ്സിലുള്ള മേജർ ആയിട്ടുള്ള രണ്ട് കോംപ്ലക്സ് ടിഷ്യൂസാണ് സൈലവും ഫ്ലോയവും. സൈലം നമ്മൾ നോക്കുകയാണെങ്കിൽ സൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സോയിലിൽ നിന്ന് വാട്ടറും മിനറൽസും ന്യൂട്രിയൻസും അബ്സോർവ് ചെയ്യുക. ഫ്ലോയത്തിൻ്റെ എന്താണ്? ഈ ഉണ്ടാക്കുന്ന ഫുഡിനെ പ്ലാന്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഫ്ലോയത്തിൻ്റെ ഫംഗ്ഷൻ. സോ സൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സൈലം ഫംഗ്ഷൻ ആസ് എ കണ്ടക്റ്റിംഗ് ടിഷ്യൂ ഫോർ വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു ദ സ്റ്റെം ആൻഡ് ലീവ്സ്. സൈലം ഒരു കണ്ടക്റ്റിംഗ് ടിഷ്യൂ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ്? വാട്ടറും മിനറൽസും റൂട്ടിൽ നിന്ന് സ്റ്റെമ്മിലേക്കും ലീവ്സിലേക്കും എത്തിക്കുന്നതിനുള്ള ഒരു കണ്ടക്റ്റിംഗ് ചാനൽ അല്ലെങ്കിൽ ഒരു ട്യൂബുലാർ ചാനലാണ് സൈലം. അതും സൈലം വേറൊരു ഫംഗ്ഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈലം ഏകദേശം ട്രീസിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. സോ സൈലം എന്ത് ചെയ്യുന്നു? സൈലം ഓൾസോ പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട്. പ്ലാന്റ് പാർട്ടുകൾക്ക് മെക്കാനിക്കൽ സപ്പോർട്ട്, ഒരു റിജിഡിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു എൻവയറമെൻറ്റിൽ റിജിഡായിട്ട് ഒരു ഷേപ്പ് കീപ്പ് ചെയ്ത് നിൽക്കാനുള്ള സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മെക്കാനിക്കൽ സപ്പോർട്ടും സൈലം നൽകുന്നുണ്ട്. ഇനി സൈലം 4 എലമെൻറ്റുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ എലമെൻറ്റ് ഏതാണ്? ട്രക്കീഡ്. 2 വെസൽ. 3 സൈലം ഫൈബേഴ്സ്. 4 സൈലം പാരൻകൈമ. ഇനി ജിംനോസ്പേമുകളുടെ കാര്യം നോക്കണമെങ്കിൽ നിങ്ങൾ മുന്നേ പഠിച്ചു കാണും. ജിംനോസ്പേമിൻ്റെ സൈലം പരിശോധിക്കുമ്പോൾ അവർക്ക് വെസൽസ് ഇല്ല. അവരുടെ സൈലത്തിൽ കൂടുതലും കാണപ്പെടുന്നത് ട്രക്കീഡ്സ് ആണ്. എന്താണ് ട്രക്കീഡ്സ്? നമ്മൾ പറഞ്ഞു സൈലത്തിൽ 4 ടൈപ്പ് സെൽസ് ഉണ്ട്. ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബർ, സൈലം പാരൻകൈമ. ഇനി നമ്മൾ ഓരോന്നായിട്ട് നോക്കേണ്ടത്. ജിംനോസ്പേമിലും ട്രക്കീഡ്സ് മാത്രമേ കാണത്തുള്ളൂ, വെസൽ കാണപ്പെടില്ല. എന്താണ് ട്രക്കീഡ്? ട്രക്കീഡ്സ് ആർ ഇലോങ്ങേറ്റഡ് ഓർ ട്യൂബ് ലൈക്ക് സെൽസ് വിത്ത് തിക്ക് ആൻഡ് ലിഗ്നിഫൈഡ് വാൾസ് ആൻഡ് ടേപ്പറിംഗ് എൻഡ്സ്. ഇലോങ്ങേറ്റഡ് നീണ്ട അല്ലെങ്കിൽ ട്യൂബ് ലൈക്ക് സെൽസ് ആണ്. ഒരു ട്യൂബ് പോലുള്ള സെല്ലുകളാണ്, കോശങ്ങളാണ്. വിത്ത് തിക്ക് ലിഗ്നിഫൈഡ് വാൾസ്. ലിഗ്നിഫൈഡ് വാൾസ് എന്ന് പറഞ്ഞാൽ ലിഗ്നിൻ ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് പറയണം? ടേപ്പറിംഗ് എൻഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദേ ആർ ഡെഡ്. അതുകൊണ്ട് തന്നെ ഈ സെൽസ് ഡെഡാണ്. അതിനെന്തില്ല? പ്രോട്ടോപ്ലാസം ആബ്സെൻ്റ് ആണ്. പിന്നെ നമ്മുടെ നമ്മുടെ ട്രക്കീഡ് സെല്ലിൻ്റെ ഇന്നർ ലെയർ, സെൽവാളിൻ്റെ അകത്തെ ലെയറിൽ തിക്കനിങ് ഓരോ പൊസിഷൻ അനുസരിച്ചും ഫോം അനുസരിച്ചും മാറ്റം വരും.
പക്ഷേ നമ്മൾ ജിംനോസ്പേമിൽ പറഞ്ഞു ട്രക്കീഡ്സ് ആണ് മെയിൻ കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് എന്ന്. എന്നാൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ആയ അങ്കിയോസ്പേമിൽ വരുമ്പോൾ ട്രക്കീഡ്സും വെസൽസും കാണപ്പെടുന്നു. ട്രക്കീഡ്സും ഉണ്ട്, വെസൽസും ഉണ്ട്. ഇനി നമുക്ക് എന്താണ് വെസൽ എന്ന് നോക്കാം. എന്താണ് വെസൽ? വെസലും എന്താണ്? ഒരു ലോങ് സിലിണ്ടറിക്കൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്, മേഡ് അപ്പ് ഓഫ് മെനി സെൽസ്. വെസൽ മെമ്പർ എന്ന് പറയുന്ന ഒരു കൂട്ടം സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ട്യൂബ് പോലുള്ള കണ്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ടിഷ്യൂവിനെയാണ് നമ്മൾ വെസൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ വെസൽ മെമ്പറിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ നമുക്ക് ഇപ്പോൾ തന്നെ പറയാം. ദേ ഹാവ് ലിഗ്നിഫൈഡ് വാൾസ് വിത്ത് ലാർജ് സെൻട്രൽ ക്യാവിറ്റി. ലിഗ്നിൻ ഡെപ്പോസിഷനുള്ള വാൾ അപ്പോൾ തന്നെ നമുക്കറിയാം. ദേ ആർ ഡെഡ് ആൻഡ് ഡിവോയിഡ് ഓഫ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം ഇല്ല. വിത്ത് ലാർജ് സെൻട്രൽ ക്യാവിറ്റി. ഒരു സെൻറ്ററിൽ ഒരു ക്യാവിറ്റിയും കൂടെ ഉണ്ട്. സോ വെസലിൽ നമ്മൾ പറഞ്ഞു പ്രോട്ടോപ്ലാസം ഇല്ല. സോ വെസൽ മെമ്പേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പൈപ്പ് കണക്ട് ചെയ്യും പോലെ വെസൽ മെമ്പേഴ്സ് ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായി ഇൻ്റർ കണക്ട് ചെയ്ത് വയ്ക്കുന്നു. ഇവർ തമ്മിൽ ഈ രണ്ട് വെസൽ മെമ്പേഴ്സിൻ്റെ ഇടയിൽ പിറ്റ് കണക്ഷൻസ് ഉണ്ട്, പെർഫറേഷൻസ് ഉണ്ട്, സുഷിരങ്ങളുണ്ട്. ആ ഒരു ട്യൂബ് കണക്ഷൻ പോലെയാണ് ഇവർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി സോ വെസൽ അങ്കിയോസ്പം, അതായത് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ഒരു കോമൺ ഫീച്ചറും കൂടിയാണ് പ്രസൻസ് ഓഫ് വെസൽസ് എന്തിൽ മാത്രമേ കാണപ്പെടുള്ളൂ? വെസൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയ അല്ലെങ്കിൽ അങ്കിയോസ്പം ഗ്രൂപ്പിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ മൂന്നാമത് പറഞ്ഞ സെൽസാണ് സൈലം ഫൈബേഴ്സ്. സൈലം ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ ഫൈബേഴ്സ് പോലെ ലോങ്ങേറ്റഡ് ടേപ്പർ എൻഡുള്ള സെൽസാണ് വിത്ത് തിക്ക് ആൻഡ് വാൾസ്. നല്ല തിക്കായിട്ടുള്ള വാളുണ്ട്, സെൻട്രൽ ലൂമൻ ഉണ്ട്, സെൻട്രൽ സ്പേസ് ഉണ്ട്. അത് മാത്രമല്ല ദേ മേ ബി സെപ്റ്റേറ്റ്. ഈ ഫൈബേഴ്സിൻ്റെ ഇടയിൽ സെപ്റ്റം കാണാം, സെപ്റ്റം കാണാതിരിക്കാം. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ്. ഓരോ പ്ലാന്റ് അനുസരിച്ച് ചില പ്ലാന്റ് സെപ്റ്റം ഉണ്ടായിരിക്കും. സോ അത് അങ്ങനെയുള്ള പ്ലാന്റ് നമ്മൾ ദെയർ സൈലം ഫൈബേഴ്സ് ആർ സെപ്റ്റേറ്റ് എന്ന് പറയും. യൂഷ്വലി സെപ്റ്റം ഇല്ലെങ്കിൽ, സെപ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇൻഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് സെപ്റ്റേറ്റ് പ്ലാന്റ് എന്ന് പറയാം. ഇൻഗ്രോത്ത് ഇല്ലെങ്കിൽ എസെപ്റ്റേറ്റ് പ്ലാന്റ് എന്ന് പറയാം. ഇനി ലാസ്റ്റ് ഉള്ളത് സൈലം പാരൻകൈമ. സൈലം പാരൻകൈമ സെൽസ് നോർമൽ ഒരു പാരൻകൈമ സെൽസിനെ പോലെ തന്നെയാണ്. ലിവിങ് ആണ്, തിൻവാൾഡ് ആണ്. അവരുടെ സെൽ വാൾ മേഡ് ചെയ്യുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. യൂഷ്വലി അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഫുഡ് മെറ്റീരിയൽസ്, സ്റ്റാർച്ചിൻ്റെ ഫാറ്റിൻ്റെ രൂപത്തിലുള്ള ഫുഡ് മെറ്റീരിയൽസിൻ്റെ സ്റ്റോറേജ്, പിന്നെ ടാനിൻ അങ്ങനെയുള്ള സബ്സ്റ്റൻസിൻ്റെ സ്റ്റോറേജ്. സോ റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ. അത് മാത്രമല്ല നമ്മുടെ സൈലത്തിലെ വെസൽ കൂടെ മാത്രമല്ല, ചെറിയൊരു രീതിയിൽ റേഡിയലായിട്ട് ഒരു റേഡിയൽ ഡയറക്ഷനിൽ ഒരു റേഡിയൽ രീതിയിൽ നമ്മുടെ സൈലം പാരൻകൈമ വഴിയും വാട്ടർ കണ്ടക്ഷൻ നടക്കും. സോ ഇനി സൈലം രണ്ട് രീതിയിലുണ്ട്. അതിലൊന്നാമത്തത് പ്രോട്ടോസൈലം, രണ്ടാമത്തെ മെറ്റാസൈലം. വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഫോംഡ് പ്രൈമറി സൈലം. ഒരു പ്ലാന്റിൽ ആദ്യം ഉണ്ടാവുന്ന പ്രൈമറി സൈലത്തെ പ്രോട്ടോസൈലം എന്നും രണ്ടാമത് ഫോം ചെയ്യുന്ന സൈലത്തെ മെറ്റാസൈലം എന്നും പറയുന്നു. ഈ രണ്ട് ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന നമ്മൾ അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ ഈ രണ്ട് ടേം വളരെ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതങ്ങനെ പറയാൻ കാരണം സ്റ്റെമ്മിൽ പ്രോട്ടോസൈലം സെൻറ്ററിൽ കാണപ്പെടും, എന്നാൽ മെറ്റാസൈലം പെരിഫറിയിലാണ്, വാസ്കുലർ ആ സിലിണ്ടറിൻ്റെ അറ്റത്തേക്ക് കാണും. ദെൻ സ്റ്റെമ്മിൽ കാണപ്പെടുന്ന ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ ദിസ് ടൈപ്പ് ഓഫ് പ്രൈമറി സൈലം, ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ എൻഡാർക്ക് എന്ന് പറയും. റൂട്ടിൽ തിരിച്ചാണ്. പ്രോട്ടോപ്ലാസം പെരിഫറിയിലേക്കും പിറകിലേക്കും മെറ്റാസൈലം സെൻറ്ററിലേക്കും കേന്ദ്രത്തിലേക്ക് ആ ഒരു അറേഞ്ച്മെൻറ്റ് ഏറ്റവും സെൻറ്റർ മോസ്റ്റ് പാർട്ടിൽ കാണപ്പെടുകയും ചെയ്യും. ഇങ്ങനെ പ്രൈമറി സൈലത്തിൻ്റെ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ എക്സാർക്ക് അറേഞ്ച്മെൻ്റ് എന്നും കാണും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് സ്റ്റെമ്മിൽ എൻഡാർക്ക് അറേഞ്ച്മെൻറ്റും റൂട്ടിൽ എക്സാർക്ക് അറേഞ്ച്മെൻറ്റും. എൻഡാർക്ക് അറേഞ്ച്മെൻറ്റിൽ എങ്ങനെയാണ്? പ്രോട്ടോസൈലം അഥവാ ഫസ്റ്റ് ഫോംഡ് സൈലം ലൈസ് ടുവാർഡ്സ് ദ സെൻറ്റർ, അതായത് പിത്തിൻ്റെ അടുത്തേക്ക് കാണപ്പെടും. ആൻഡ് മെറ്റാസൈലം ലൈസ് ടുവാർഡ്സ് ദ പെരിഫറി, പിത്തിൽ നിന്ന് എവയായിട്ട് പെരിഫറൽ പാർട്ടിലേക്ക് ഇങ്ങ് അറ്റത്തേക്ക് കാണും. എന്നാൽ റൂട്ടിൽ വരുമ്പോൾ തിരിച്ചാവുന്നു. പ്രോട്ടോസൈലം പെരിഫറി പാർട്ടിലേക്കും മെറ്റാസൈലം സെൻറ്റർ പിത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തേക്കും കാണപ്പെടുന്നു. ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ എന്ത് പറയും? എൻഡാർക്ക് അറേഞ്ച്മെൻറ്റ്.
ഈ അറേഞ്ച്മെൻറ്റ് സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും അനാട്ടമി പഠിക്കുമ്പോഴും സെക്കൻഡറി ഗ്രോത്ത് പഠിക്കുമ്പോഴും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇനി നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ വളരെ ശ്രദ്ധിച്ച് റെഡിയാക്കി വയ്ക്കുക. സോ നമ്മളൊരു ട്രക്കീഡിൻ്റെ ഒരു പടം, ഇത് ടെക്സ്റ്റിലുള്ള തന്നെ ഒരു പടം തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ട്രക്കീഡ്സിൻ്റെ ഒരു പടമുണ്ട്, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് സെൽ, ദെൻ വെസൽസ്, ട്യൂബിലേക്ക് ഒരു വെസൽ മെമ്പറിൻ്റെ പടവും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഫ്ലോയം. ഫ്ലോയം യൂഷ്വലി ഫ്ലോയത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഫുഡ് മെറ്റീരിയൽ. എവിടെ നിന്നാണ് ഫുഡ് എവിടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ലീഫിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ലീഫിൽ നിന്ന് മറ്റു പ്ലാന്റിൻ്റെ മറ്റു പാർട്ടിലേക്ക്. സോ അങ്കിയോസ്പേമിൽ ഇതിലും നമുക്ക് ജിംനോസ്പേമിലും അങ്കിയോസ്പേമിലും ഡിഫറൻസ് ഉണ്ട്, നമ്മളിനി പറയും. അങ്കിയോസ്പേമിലുള്ള ഫ്ലോയത്തിൽ എന്തൊക്കെയുണ്ട്? സീവ് ട്യൂബ് എലമെൻ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കമ്പാനിയൻ സെൽസ് ഉണ്ട്, പിന്നെ ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബേഴ്സ്. ജിംനോസ്പേമിൽ ആൽബുമിനസ് സെൽസും സീവ് സെൽസുമാണ് ഈ സീവ് ട്യൂബിൻ്റെയും കമ്പാനിയൻ സെൽസിൻ്റെയും ഫങ്ഷൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല, ജിംനോസ്പേമിന് എന്തില്ല, സീവ് ട്യൂബുമില്ല, കമ്പാനിയൻ സെല്ലും ഇല്ല. സോ ഇനി നമുക്ക് ഈ പറഞ്ഞ 4 മെമ്പേഴ്സ്, ഈ ഫ്ലോയം ടിഷ്യൂ ഫോം ചെയ്യുന്ന ഈ 4 മെമ്പേഴ്സ് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. സീവ് ട്യൂബ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈലത്തിലെ വെസൽസ് പറഞ്ഞതുപോലെ തന്നെ ട്യൂബിലേക്ക് സ്ട്രക്ചറാണ് അറേഞ്ച് ലോങ്ങിറ്റ്യൂഡിൽ. ഒരു പൈപ്പ് ഒരു നിര പോലെ ലോങ്ങിറ്റ്യൂഡിനൽ ഡയറക്ഷനിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആൻഡ് ആർ അസോസിയേറ്റഡ് വിത്ത് കമ്പാനിയൻ സെൽസ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം, ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആരും കാണപ്പെടുന്നു? കമ്പാനിയൻ സെൽസും കാണപ്പെടുന്നു. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെ, ഇതിനൊരു കണ്ടിന്യൂസ് കണക്ഷൻ എങ്ങനെ വരുന്നത് വെച്ചാൽ, ഈ അറേഞ്ച്മെൻറ്റിൻ്റെ ഇടയിൽ തന്നെ ഓരോ സീവ് ട്യൂബ് എലമെൻറ്റുകൾ കഴിയുന്നവർ ഈ ലോങ്ങിറ്റ്യൂഡിനൽ അറേഞ്ച്മെൻറ്റിൽ ഇവർക്കിടയിൽ ഒരു പെർഫറേഷൻ അല്ലെങ്കിൽ ഒരു പിറ്റ് കണക്ഷൻ കാണും, സുഷിരങ്ങൾ ഇതിൻ്റെ ഇടയിൽ കാണപ്പെടുന്നു. അതെന്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ചാനൽ പോലെ ഫോം ചെയ്യുന്ന ഒരു നമ്മുടെ ഒരു ഏകദേശം എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പ് ഏകദേശം ഇട്ട പോലെ രീതിയിലുള്ള ഒരു ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് വളരെ ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. ഒരു സീവ് എലമെൻറ്റിന് പ്രോട്ടോപ്ലാസം കാണും. നമ്മുടെ സൈലത്തിലെ വെസലിനെ പറഞ്ഞതുപോലെ ഡെഡ് അല്ല, ഒരു പെരിഫറൽ ആയിട്ടുള്ള പ്രോട്ടോപ്ലാസം കാണും, ഒരു ലാർജ് വാക്യൂൾ കാണും. പക്ഷേ എന്ത് കാണില്ല? കൺട്രോളിങ് സെൻറ്റർ ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണത്തില്ല. സോ അവിടെയാണ് ഫങ്ഷൻ ഓഫ് സീവ് ട്യൂബ്. ഈ സീവ് ട്യൂബിൻ്റെ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുകയാണ് കമ്പാനിയൻ സെൽസിൻ്റെ ഫങ്ഷൻ. സോ കമ്പാനിയൻ സെൽസ് എന്താണ്? കമ്പാനിയൻ സെൽസ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സീവ് ട്യൂബ് എലമെൻറ്റ് വഴിയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന. ആ ഒരു ട്യൂബിങ്ങുള്ള ആ അപ്പാരറ്റസിൽ കൂടെയാണ് നമ്മുടെ ഫുഡിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. സോ പക്ഷേ അതിനൊരു പ്രോട്ടോപ്ലാസം ഉണ്ട്, വാക്യൂളുണ്ട്. പക്ഷേ ഈ ഫങ്ഷനൊന്നും കൺട്രോൾ ചെയ്യാനോ ഫുഡിൻ്റെ ഡെലിവറിയും ഫുഡ് ട്രാൻസ്പോർട്ടിനെ കൺട്രോൾ ചെയ്യാൻ ഒരു കൺട്രോളിങ് മെക്കാനിസം അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് സെൻറ്റർ അഥവാ ന്യൂക്ലിയസ് അവിടെ ഇല്ല. സോ ആ ഫംഗ്ഷൻ, ഈ സീവ് ട്യൂബിൻ്റെ ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യുന്നവരാണ് കമ്പാനിയൻ സെൽസ് ആണ്. സോ കമ്പാനിയൻ സെൽസ് എന്താണ്? കമ്പാനിയൻ സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് പാരൻകൈമാറ്റസ് സെൽ വിച്ച് ആർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് സീവ് ട്യൂബ് എലമെൻറ്റ്. സ്പെഷ്യലൈസ്ഡ് പാരൻകൈമാറ്റസ് സെൽസ് ആണ്, സീവ് ട്യൂബ് എലമെൻറ്റുമായിട്ട് ക്ലോസ് അസോസിയേഷൻ നിൽക്കുന്ന സെൽസ് ആണ്. എന്ത് ചെയ്യും? കമ്പാനിയൻ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ സീവ് ട്യൂബിൻ്റെ ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്ലോയം പാരൻകൈമ നോക്കാം. ഫ്ലോയം പാരൻകൈമ ഇലോങ്ങേറ്റഡ് ടേപ്പറിങ് സിലിണ്ടറിക്കൽ സെൽസ് ആണ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം. ഇലോങ്ങേറ്റഡ് നീണ്ട ടേപ്പേർഡ് ആൻഡ് കൂർത്ത അഗ്രമുള്ള സിലിണ്ടറിക്കൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള സെൽസ് ആണ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം. ഡെൻസ്ലി അറേഞ്ച്ഡ് സൈറ്റോപ്ലാസം. അത് മാത്രമല്ല ഒരു സെൻറ്ററി കൺട്രോളിങ് ന്യൂക്ലിയസ് കാണപ്പെടുന്നു. സെൽവാൾ എന്താണ്? സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിറ്റ് കണക്ഷൻസും സെൽസുകൾ തമ്മിൽ ന്യൂമറസ് ആയിട്ടുള്ള പിറ്റ് കണക്ഷൻസും പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെൽവാളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ളൊരു ചെറിയ ആ 2 സെല്ലിനും തമ്മിലുള്ള ഒരു മൈന്യൂട്ട് ഒരു ചാനലിനാണ് പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ എന്ന് പറയുന്നത്. സെല്ലുകൾ തമ്മിൽ കാണപ്പെടുന്നതാണ് ഈ പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ. അതുപോലെ തന്നെ ഫ്ലോയം പാരൻകൈമ നമ്മുടെ സൈലം പാരൻകൈമ തന്നെ ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ റെസിൻസ്, ലാറ്റക്സ്, മ്യൂസിലേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. എന്നാൽ മോണോകോട്ടിൽ ഫ്ലോയം പാരൻകൈമ മോണോകാട്ട് പ്ലാന്റ്സിൽ ഫ്ലോയം പാരൻകൈമ ആബ്സെൻ്റ് ആണ്. ഇനി ഫ്ലോയം ഫൈബേഴ്സിനെ നമ്മൾ മറ്റൊരു പേരും കൂടെ പറയും, ബാസ്റ്റ് ഫൈബേഴ്സ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സ്ക്ലീറൻ കൈമാറ്റസ് സെൽസ് കൊണ്ടാണ്.
സോ ദേ ആർ ജനറലി ആബ്സെൻറ്റ് ഇൻ പ്രൈമറി ഫ്ലോയം ബട്ട് ആർ ഫൗണ്ട് ഇൻ. ഈ ഫ്ലോയം ഫൈബേഴ്സ് നമുക്ക് ഫസ്റ്റ് ഫോംഡ് ഫ്ലോയത്തിൽ കാണാൻ പറ്റില്ല. ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് യങ് സ്റ്റേജിൽ ഉണ്ടാകുന്ന പ്രൈമറി ഫ്ലോയത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. സെക്കൻഡറി ഫ്ലോയത്തിൻ്റെ ഫോർമേഷൻ സമയത്ത് മാത്രമേ നമുക്ക് ഫ്ലോയം ഫൈബേഴ്സ് കാണാൻ പറ്റത്തുള്ളൂ. ഇവരുടെയും ഫൈബർ എന്ന് പറയുമ്പോൾ തന്നെ അൺബ്രാഞ്ചഡ് ആണ്, പോയിൻറ്റഡ് ആണ്, നീഡിലേക്ക് അൺബ്രാഞ്ചഡ് ആണ്, ബ്രാഞ്ചിങ് ഇല്ലാത്ത പോയിൻറ്റഡ് ആയിട്ടുള്ള കൂർത്ത അഗ്രങ്ങളുള്ള സെൽസാണ് ഫ്ലോയം ഫൈബേഴ്സ്. അത് മാത്രമല്ല ഫ്ലോയം ഫൈബർ ഒരു ഫൈബറാണ്. സോ ഫൈബേഴ്സിൻ്റെ സെല്ലുകൾ എന്തായിരിക്കും? തിക്കായിരിക്കും. മെച്യൂരിറ്റി എത്തുമ്പോഴേക്കും ഫ്ലോയം ഫൈബർ സെൽസ് മെച്യൂരിറ്റി എത്തുമ്പോഴേക്കും, അതായത് അതിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ മാക്സിമം കഴിഞ്ഞതിന് ശേഷം എന്ത് പറ്റും? ദീസ് ഫൈബർ ലോസ് ദർ പ്രോട്ടോപ്ലാസം. അവരുടെ പ്രോട്ടോപ്ലാസം നഷ്ടപ്പെടുകയും അവ മരിക്കുകയും ചെയ്യും. അങ്ങനെ മെച്യൂരിറ്റി എത്തിയതിനു ശേഷം വളരെ നല്ല സ്ട്രോങ് ആയിട്ട് കാണപ്പെടുന്ന നാച്ചുറൽ ഫൈബേഴ്സ് നമ്മൾ കൊമേഴ്ഷ്യലി ഉപയോഗിക്കുന്നുണ്ട്, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ജൂട്ട്, ഫ്ലാക്സ്, ഹെമ്പ് ഇവയുടെ ഫ്ലോയം ഫൈബേഴ്സാണ് നമ്മൾ കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ സൈലത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഫോംഡ് പ്രൈമറി ഫ്ലോയം, ആദ്യം ഉണ്ടാകുന്ന പ്രൈമറി ഫ്ലോയം, നാരോ സീവ് ട്യൂബുകൾ ഉള്ള ആദ്യം ഉണ്ടാകുന്ന പ്രൈമറി ഫ്ലോയത്തെ നമ്മൾ പ്രോട്ടോഫ്ലോയം എന്ന് പറയും. ലേറ്റർ ഫോംഡ് പിന്നെ ഉണ്ടാകുന്ന വലിയ സീവ് ട്യൂബുകളുള്ള ഫ്ലോയത്തെ നമ്മൾ മെറ്റാഫ്ലോയം എന്നും പറയും. സോ ഇതൊരു നമ്മുടെ ഫ്ലോയത്തിൻ്റെ ഒരു പാർട്ടാണ്. അതിൽ നമ്മൾ സീവ് ട്യൂബ് എലമെൻറ്റ്, അതിൻ്റെ ഇടയിലുള്ള സീ പോർ അല്ലെങ്കിൽ പിറ്റ് അപ്പേർച്ചേഴ്സ്, സുഷിരങ്ങൾ, ഇങ്ങനെ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടായിട്ട് ഇരിക്കുന്ന ഇതുവഴിയായിരുന്നു ഫുഡിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. കമ്പാനിയൻ സെൽസ്, സീവ് ട്യൂബിൻ്റെ ഫങ്ഷൻസ് നിയന്ത്രിക്കുന്ന കമ്പാനിയൻ സെൽസ്, അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും കാണപ്പെടുന്ന ഡെൻസ് സൈറ്റോപ്ലാസമുള്ള ഫ്ലോയം പാരൻകൈമ. സോ നമ്മൾ ഇന്ന് പഠിച്ചത് പെർമനൻറ്റ് ടിഷ്യൂസാണ്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് ആയിട്ടുള്ള പാരൻകൈമ, കോളൻകൈമ, സ്ക്ലെറൻകൈമ, കോംപ്ലക്സ് ടിഷ്യൂസ് ആയിട്ടുള്ള സൈലം ഫ്ലോയം. ക്ലാസ് ഇത്തിരി നീട്ടമുണ്ട്, പക്ഷേ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കണ്ടിന്യൂഷനായിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഈ ടിഷ്യൂ സിസ്റ്റം എങ്ങനെയൊക്കെയാണ് പ്ലാന്റിൽ ഓരോടത്തും എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ അടുത്ത പാർട്ടിൽ നോക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ സജഷനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മളുടെ എന്തെങ്കിലും രീതികൾ വല്ലതും മാറ്റം വരുത്തണോ, നിങ്ങളുടെ ഏതൊരു അഭിപ്രായം നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. സ്വീകരിച്ച് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.